വുളൂഇലെ സുന്നത്തുകൾ, അയാളുടെ പാപങ്ങൾ അതായത് ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ സമുദായത്തിന് പ്രയാസമാകും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇലും ബിസ്മി ചൊല്ലൽ നിർബന്ധമാക്കുമായിരുന്നു. അതേസമയം ഇടത്തേത് കൊണ്ട് തുടങ്ങിയാലും വുളൂ ഒക്കെ സ്വഹീഹാവുമെങ്കിലും അതിന്റെ സുന്നത്തായ രൂപം ആദ്യം വലത്തേ കൈ, പിന്നെ ഇടത്തേ കൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, സമ്പൂർണമായി വുളൂ ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ യതവല്ലഉ റജുലുൻ മുസ്ലിമുൻ ഫയുഹ്സിനുൽ വുളൂഅ ഫയസ്വല്ലി സ്വലാഹ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി അല്ലതി തലീഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ വുളൂ എടുക്കുന്നു, ആ വുളൂഇനെ അയാൾ വളരെ നല്ല രൂപത്തിൽ ചെയ്യുന്നു, എന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുന്നു. എന്നാൽ ആ നിസ്കാരത്തിന്റെയും അതിനോടടുത്തു വരുന്ന നിസ്കാരത്തിന്റെയും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ തവല്ലഅ ലിസ്വലാത്തി ഫഅസ്ബഗൽ വുളൂഅ ثم مشى إلى الصلاة المكتوبة فصلاها مع الناس أو مع الجماعة أو في المسجد غفر الله له ذنوبه. ഒരാൾ സമ്പൂർണമായ വുളൂ എടുത്തു, എന്നിട്ട് പള്ളിയിലേക്ക് പോയി, ജമാഅത്തിന് വേണ്ടി പോയി, എന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ വന്ന അസ്ബഗൽ വുളൂ, അതായത് ഇസ്ബാഗുൽ വുളൂ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി വുളൂഇന്റെ മുഴുവൻ ആദാബുകളും സുന്നത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് വുളൂ എടുക്കുകയാണ് എങ്കിൽ അയാളുടെ സർവ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ വുളൂവോടുകൂടെ നിസ്കരിച്ചു, ആ നിസ്കാരം പൂർത്തിയാകലോടുകൂടെ അയാളുടെ പാപങ്ങൾ അതായത് ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തൗബ വേണ്ടതുണ്ട്. അതേസമയം ചെറുദോഷങ്ങൾ നമ്മുടെയൊക്കെ പല സുഹൃതങ്ങളെ കൊണ്ടും പല നല്ല അമലുകളെ കൊണ്ടും ചെറുദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. അങ്ങനെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു കർമ്മമാണ് സമ്പൂർണമായി വുളൂ ചെയ്യുക എന്നുള്ളത്. സമ്പൂർണമായി വുളൂ ചെയ്യേണ്ടത് അതിന്റെ മുഴുവൻ സുന്നത്തുകളെയും അദബുകളെയും പാലിച്ചുകൊണ്ടാണ്. വുളൂഇന്റെ ഏതാനും ചില സുന്നത്തുകളെ നമുക്ക് പരിചയപ്പെടാം. വുളൂഇന്റെ തുടക്കത്തിൽ ഉണ്ടാകേണ്ട ഒരു സുന്നത്ത്, 2 മുൻകൈകൾ കയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക എന്നുള്ള സുന്നത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആദ്യമായി നാം നമ്മുടെ കൈ രണ്ടും 3 പ്രാവശ്യം മുൻകൈ കഴുകുകയാണ്, 3 പ്രാവശ്യം. അങ്ങനെ 3 പ്രാവശ്യം കഴുകുന്ന സമയത്ത് ആദ്യമായി മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് വെക്കുന്നത് നാവ് കൊണ്ട് പറയുക എന്നുള്ളതും സുന്നത്താണ്. നവൈതു സുനനൽ വുളൂഅ, വുളൂഇന്റെ സുന്നത്തുകളെ ഞാൻ കരുതി, വുളൂഇന്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്നേതെങ്കിലും ഒരു നിയ്യത്ത് വെച്ചതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അഊദു ഓതേണ്ടതുണ്ട്. ശേഷം ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. ബിസ്മില്ലാഹ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞാലും മതി. ബിസ്മിയുടെ സമ്പൂർണമായ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. ഏതൊരു നല്ല കാര്യത്തിനും ബിസ്മി ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, സൂർമയിടുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ, വുളൂ എടുക്കുമ്പോൾ, കുളിക്കാൻ തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ തയമ്മും ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങി അറവ് നടത്തുമ്പോൾ, എന്തിലധികം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം വരെ അതിന്റെയൊക്കെ തുടക്കത്തിൽ, പ്രാരംഭഘട്ടത്തിൽ ബിസ്മി ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്.
ആ ബിസ്മി തുടക്കത്തിൽ ഒരാൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ മറന്നുപോയാൽ ഇടയിൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. ഏതായിരുന്നാലും ബിസ്മി ചൊല്ലിയിട്ടായിരിക്കണം വുളൂ തുടങ്ങേണ്ടത്. ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ എന്ന് പറയുന്ന ദിക്ർ ചൊല്ലി 3 പ്രാവശ്യം മുൻകൈ രണ്ടും കഴുകേണ്ടതുണ്ട്. മുൻകൈ കഴുകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി ഹൗദിൽ വുളൂ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വല്ല വൃത്തികേടുകളും ഉണ്ട് എങ്കിൽ കൈ കഴുകിയതിന് ശേഷമാണ് ഹൗദിൽ മുക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിൽ വെച്ചാണ് വുളൂ എടുക്കുന്നത് എങ്കിൽ, ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ടാപ്പ് ഉള്ളത് കൊണ്ട് അതിൽ വെച്ചായിരിക്കും നാം അതിൽ നിന്നുള്ള വെള്ളം കൊണ്ടായിരിക്കും വുളൂ എടുക്കുന്നത്. അതേസമയം കൈ ഏതെങ്കിലും പാത്രത്തിലേക്കോ ഹൗദിലേക്കോ ഒക്കെ മുക്കുകയാണ് എങ്കിൽ ആദ്യമായി കൈ ഒന്ന് കഴുകേണ്ടതുണ്ട്. അത് പ്രത്യേകം സുന്നത്ത് കൂടെയാകുന്നു. ഏതായിരുന്നാലും മുൻകൈ 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അടുത്ത സുന്നത്ത് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും ഒഴിവാക്കുന്ന ഒരു സുന്നത്താണത്. വുളൂ എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതിന് വലിയ പ്രതിഫലം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സിവാകു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിർറബ്ബ്. മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്നുള്ളത് വായ വൃത്തിയാക്കുന്നതാണ്, അതോടൊപ്പം റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാൻ പറ്റുന്ന ഒന്നുമാകുന്നു. മറ്റൊരു ഹദീസിൽ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, വലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുളൂ. എന്റെ സമുദായത്തിന് പ്രയാസമാകും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇലും ബിസ്മി ചൊല്ലാൽ നിർബന്ധമാക്കുമായിരുന്നു. എന്റെ സമുദായത്തിന് അത് പ്രയാസമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഞാൻ നിർബന്ധമാക്കാത്തത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്. എല്ലാ സമയവും വുളൂ എടുക്കുന്ന സമയത്ത് 3 പ്രാവശ്യം കൈ കഴുകിയതിന് ശേഷം ബ്രഷ് ചെയ്യേണ്ടതുണ്ട്. നിസ്കാര സമയത്തും ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി സ്വലാത്തി. എല്ലാ നിസ്കാര വേളയിലും ബ്രഷ് ചെയ്യുക എന്നുള്ളത് എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ നിസ്കാര സമയത്ത് ബ്രഷ് ചെയ്യൽ അവർക്ക് നിർബന്ധമാക്കുമായിരുന്നു, അവരോട് അങ്ങനെ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് നിർബന്ധമാക്കിയാൽ നമുക്കൊക്കെ പ്രയാസമായിരിക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ നിർബന്ധമാക്കാത്തത്. ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വുളൂ എടുക്കുമ്പോൾ വുളൂഇന്റെ സമയത്തും അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്തുമൊക്കെ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതാകുന്നു. ഒരു ഹദീസിൽ കാണാം, റകഅത്താനി ബിസിവാകിൻ അഫ്ളലു മിൻ 70 റകഅത്തൻ ബിലാ സിവാക്. ബ്രഷ് ചെയ്യാതെയുള്ള നിസ്കാരം, ബ്രഷ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം ബ്രഷ് ചെയ്യാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ള നിസ്കാരമാണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രഷ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം ചെയ്യുകയും ചെയ്ത ഒരു പുണ്യകർമ്മമാകുന്നു, ഒരു സുന്നത്താകുന്നു. മിക്ക സമയത്തും ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മാറ്റി നിർത്തിയാൽ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. വായ പകർച്ചയായാലോ വലിയ ദുർഗന്ധം ഉണ്ടെങ്കിലോ ബ്രഷ് ചെയ്യാം. അല്ലാതെ നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. അതല്ലാത്ത മുഴുവൻ ഘട്ടങ്ങളിലും നോമ്പുകാരൻ അല്ലാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള വേളകളിലുമൊക്കെ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഇൽമ് പഠിക്കാനും അത് പഠിപ്പിക്കാനും വേണ്ടി, അങ്ങനെ തുടങ്ങി ദിക്ർ ചൊല്ലാൻ വേണ്ടി, പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി, വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിച്ചതിന് ശേഷം തവാഫ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത വേളകളിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. മരണാസന്നനായി കിടക്കുന്ന രോഗിക്ക് ബ്രഷ് ചെയ്തു കൊടുക്കൽ അവിടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് സുന്നത്താകും. ഇങ്ങനെ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായതുകൊണ്ട് തന്നെ ഇതൊരു സുന്നത്ത് എന്ന നിലക്ക്
ആ ഒരു നീയത്തോടുകൂടെ നാം ബ്രഷ് ചെയ്യുമ്പോൾ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ബ്രഷ് ചെയ്യും. ചില ആളുകളൊക്കെ ഉറങ്ങാൻ വേണ്ടിയും ബ്രഷ് ചെയ്യും. ഈ രണ്ട് ഘട്ടങ്ങളിലല്ലാതെ പലപ്പോഴും പലരും ബ്രഷ് ചെയ്യാറില്ല. അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒക്കെ ചെറിയ രൂപത്തിൽ ബ്രഷ് ചെയ്യേണ്ടതുണ്ട്. അത് സുന്നത്താകുന്നു. ബ്രഷ് ചെയ്യുമ്പോൾ ഉരമുള്ള വസ്തു കൊണ്ടായിരിക്കണം ബ്രഷ് ചെയ്യേണ്ടത്. അറാക്കാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് നാം വാങ്ങുന്ന ബ്രഷ് അത് ഉരമുള്ള വസ്തുവായതുകൊണ്ട് തന്നെ നമുക്ക് ആ സുന്നത്ത് ലഭിക്കുന്നതാണ്. ഏതായിരുന്നാലും ഏറ്റവും നല്ലത് അറാക്കാണ്. അറാക്ക് തന്നെ വാസനയുള്ളതും പച്ചയായതും ആയ അറാക്കാണ് ഏറ്റവും ഉത്തമം. പച്ചയായ അറാക്കിന് ശേഷം ഉണങ്ങിയതാണ് ഉത്തമം. ഉണങ്ങിയ അറാക്ക് തന്നെ ഒരൽപ്പം നനച്ച് കുതിർത്തതിന് ശേഷം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. പിന്നെ പച്ചയായ, നനവില്ലാത്ത പച്ചയായ അറാക്കാണ് ഏറ്റവും ഉത്തമം. ഏതായിരുന്നാലും ബ്രഷ് ചെയ്യേണ്ട രൂപം, നമ്മുടെ വായയിൽ പല്ലുകളിൽ ബ്രഷ് ചെയ്യേണ്ടത് വീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത്. നാവുകളിൽ ബ്രഷ് ചെയ്യേണ്ടതുണ്ട്, അത് നീളത്തിലാണ്. നേരെ തിരിച്ചു ചെയ്യുക എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ മുകളിലെ പല്ലിന്റെ വലത് ഭാഗത്തുള്ള ഭാഗം ആദ്യം തുടങ്ങുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതായത് മുകളിലെ പല്ലിന്റെ വലതു ഭാഗത്തിന്റെ ഉള്ളും പുറവും ബ്രഷ് ചെയ്തതിന് ശേഷം വലതുഭാഗത്തുള്ള താഴെ നിൽക്കുന്ന പല്ലിന്റെ ഉള്ളും പുറവും ബ്രഷ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതിന് ശേഷം മുകൾ ഭാഗത്ത് ഇടഭാഗത്തുള്ള ഇടതുവശത്തുള്ള പല്ലുകളിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതും, അതിന് ശേഷം ഇടഭാഗത്ത് താഴ്ഭാഗത്തുള്ള പല്ലുകളെ ഉള്ളും പുറവും ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ആ രൂപത്തിലാണ് ബ്രഷ് ചെയ്യേണ്ട രൂപം. അതുപോലെ തന്നെ ബ്രഷ് പിടിക്കാനും ഒരു സുന്നത്തായ രൂപമുണ്ട്. ബ്രഷ് പിടിക്കേണ്ടത് വലത് കൈ കൊണ്ടാകുന്നു. വലത് കൈയിന്റെ ചെറിയ വിരൽ, ആ ചെറിയ വിരലിന്റെ മുകളിലാണ് ബ്രഷ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നടുവിരലും അതിന്റെ അടുത്തുള്ള മറ്റു വിരലുകളും ബ്രഷിന്റെ മിസ്വാക്കിന്റെ മുകളിലും ആണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ തള്ളവിരലും തള്ളവിരലിന്റെയും മുകളിലാണ് ബ്രഷ് വെക്കേണ്ടത്. അപ്പോൾ ചെറിയ വിരലിന്റെയും തള്ളവിരലിന്റെയും മുകളിൽ ബ്രഷ് വെക്കുന്നു. ബാക്കി 3 വിരലുകളും ബ്രഷിന്റെ മിസ്വാക്കിന്റെ മുകളിലും വെക്കുന്നു. ഈ രൂപത്തിലാണ് മിസ്വാക്കിനെ പിടിക്കൽ സുന്നത്തായ രൂപം. മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പ്, ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ബ്രഷ് കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഒരു ചാണിനേക്കാൾ കൂടുതൽ വലുപ്പം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും സുന്നത്താകുന്നു. ഏതായിരുന്നാലും വുളു എടുക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അത് മുൻകൈ കഴുകിയതിന് ശേഷമാണ് ബ്രഷ് ചെയ്യേണ്ടത്. ശേഷം വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. വായിലേക്കും മൂക്കിലേക്കും വെള്ളം ഒരൽപ്പം കയറ്റിയാൽ തന്നെ ഇതിന്റെ മിനിമം സുന്നത്ത് ലഭിക്കുന്നതാണ്. പരിപൂർണമായ രൂപം ലഭിക്കണമെങ്കിൽ 2 കൈയിലും വെള്ളം ഒരുമിച്ച് കൂട്ടി വായിലേക്ക് വെള്ളം വലിച്ചെടുത്ത് കുപ്പിളിക്കുകയും അതോടൊപ്പം പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നു. അതിൽ അല്പം അമിതമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതേസമയം നോമ്പുകാരനാണ് എങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിനെ അമിതമാക്കരുത്, ഒരൽപ്പം കയറ്റിയാൽ മതി. കാരണം മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം തരിമൂക്കിലും കടന്ന് അപ്പുറത്തേക്ക് പോയാൽ നോമ്പ് മുറിയും. അതുകൊണ്ട് തന്നെ അമിതമാക്കാൻ പാടില്ല. നോമ്പുകാരന് അമിതമായി മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് കറാഹത്താണ് എന്നുള്ളതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം സുന്നത്തുള്ള മറ്റൊരു കാര്യമാണ് തല തടവുന്ന സമയത്ത് വ്യാപകമാക്കി മുഴുവനാക്കി തടവുക എന്നുള്ളത്. തലയെ മുഴുവൻ തടവുക എന്നുള്ളത് സുന്നത്താണ്. അല്പം തടവിയാലും മതി. അല്പം തടവിയാലും വുളൂ ശരിയാകും എന്നേ ഉള്ളൂ. അല്പമേ തടവാവൂ എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്പം തടവിയാലും മതി. പൂർണ്ണമായ രൂപം തല മുഴുവനും തടവുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാരൊക്കെ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് മഹത്തുക്കളുടെയും മദ്ഹബ് പ്രകാരം തല മുഴുവനും തടവുക എന്നുള്ളത്
ഇസ്തിആബുർ റഅസ്, അതായത് തല മുഴുവൻ തടവുക എന്നുള്ളത് നിർബന്ധമാകുന്നു. നമ്മുടെ മദ്ഹബിൽ അല്പം തടവിയാൽ മതി. അതുകൊണ്ട് തന്നെ തല മുഴുവനായിട്ട് തടവൽ പ്രത്യേകം സുന്നത്താണ്. ഇനി അല്പഭാഗമേ തടവുന്നുള്ളൂ എങ്കിൽ അത് മൂർധാവിന്റെ ഭാഗമാവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതുപോലെ തന്നെ തല മുഴുവൻ തടവേണ്ടതിന്റെ രൂപം 2 തള്ളവിരലുകളും നമ്മുടെ ഈ കഴുനെറ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം, ചെന്നി എന്നൊക്കെ ചിലർ പറയും, ഈ ഭാഗത്ത് തള്ളവിരൽ വെച്ചതിന് ശേഷം 2 മറ്റു വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ തലയുടെ പിറകിലേക്ക് കൊണ്ടുപോകും. വലിയ മുടിയുള്ള ആളുകളൊക്കെയാണെങ്കിൽ കൊണ്ടുപോയ വിരലുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരലും വേണ്ടതുണ്ട്. കാരണം മറയുന്ന മുടികളുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമേ നനഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതും പ്രത്യേകം സുന്നത്ത്. അതേസമയം ചെറിയ മുടിയാണെങ്കിൽ അങ്ങനെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. ഇങ്ങനെയാണ് തല പൂർണ്ണമായും തടവുന്നതിന്റെ രൂപം. ചെവി തടവുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകുന്നു. ചെവിയുടെ ഉള്ളും പുറവും ഒക്കെ തടവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടുമാണ് ചെവി തടവേണ്ടത്. ചെവി തടവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തല തടവാൻ ഉപയോഗിച്ച വെള്ളം കൊണ്ടാവരുത്. തല തടവിയതിന് ശേഷം പുതിയ വെള്ളം എടുത്തുകൊണ്ട് പുതിയ വെള്ളം നനച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ചെവി തടവേണ്ടത്. അത് പ്രത്യേകം സുന്നത്താകുന്നു. ചില ആളുകൾ നേരെ തല തടവിയ ആ കൈ കൊണ്ട് തന്നെ പുതിയ വെള്ളം സെലക്ട് ചെയ്യാതെ പുതിയ വെള്ളം എടുക്കാതെ ചെവി തടവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സുന്നത്തിന് വിരുദ്ധമാണ്. ചെവി തടവേണ്ട പൂർണ്ണ രൂപം ഇനിയും ധാരാളം വിശദീകരിക്കാനുണ്ട്. ഈ ഒരു രൂപത്തിലെങ്കിലും നാം ചെവി തടവേണ്ടതുണ്ട്. തള്ളവിരൽ കൊണ്ട് പുറംഭാഗവും ചൂണ്ടവിരൽ കൊണ്ട് ഉൾഭാഗവും തടവിയതിന് ശേഷം കൈ ഒന്നുകൂടെ നനച്ചതിന് ശേഷം ഇസ്തിദ്ഹാർ എന്ന് പറയുന്ന രൂപം, അതായത് 2 കൈയും നനച്ചതിന് ശേഷം 2 ചെവിയിൽ ഒന്നുകൂടെ വെക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകുന്നു. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ വുളൂഇൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അവയവങ്ങൾ തേച്ചുരക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതായത് കൈയൊന്ന് വെള്ളം ഒലിപ്പിക്കുന്ന രൂപത്തിൽ കൈ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോഴൊക്കെ വെള്ളം ഒന്ന് ഒലിപ്പിച്ചാൽ മതി. അതേസമയം വലത് കൈ കഴുകുമ്പോൾ ഇടത് കൈ കൊണ്ടൊന്നിങ്ങനെ തടവി കൊടുക്കുക, അതാണ് തേച്ചുരക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ തേച്ചുരച്ച് കൈകൾ, മുഖം കഴുകുമ്പോഴും അങ്ങനെ തന്നെ തേച്ചുരച്ച് കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ രൂപമാകുന്നു. വിരലുകളെ ചിക്കകറ്റുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. 2 കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും ഒക്കെ കൈ കഴുകുമ്പോൾ വിരലുകളൊന്ന് തശ്ബീഖ് ഇങ്ങനെ കോർക്കുക. കാൽ വിരലുകളാണ് എങ്കിൽ ഓരോ വിരലുകളുടെയും അടിയിലൂടെ ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ഈ വലത്തെ കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ഓരോ വിരലിന്റെയും അടിയിലൂടെ ഒന്ന് കൈ നടത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇതാണ് വിരലുകൾ ചിക്കകറ്റുക എന്നുള്ളത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും നീട്ടി കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ് നീട്ടി കഴുകുക എന്ന് പറഞ്ഞാൽ. മുഖത്തിന്റെ പരിധി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ കിഴിയറ്റം വരെയും അതുപോലെ തന്നെ 2 ചെവിക്കുറ്റികൾക്കിടയിലുള്ള ഭാഗവുമാണ് മുഖത്തിന്റെ പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൈയിന്റെ പരിധി, കൈ കഴുകൽ നിർബന്ധമായ രൂപം മുട്ടുവരെയാണ്. അതേസമയം ഒരൽപ്പം കയറ്റി കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. മുഖം കഴുകുന്ന സമയത്ത് തലയുടെ കുറച്ച് മുൻവശം മുതൽ തുടങ്ങി അതുപോലെ തന്നെ ചെവിയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ താടിയെല്ലിന്റെ അടിഭാഗത്തേക്കും ഒക്കെ കൊണ്ടുപോയി ആ ഒരു രൂപത്തിൽ നീട്ടി കഴുകുക എന്നുള്ളത്, പൂർണ്ണമായി കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് മുട്ടിന്റെ മുകളിലേക്ക് അല്പം കൂടെ കയറ്റി, പറ്റുമെങ്കിൽ ഏകദേശം തോട് വരെയൊക്കെ കയറ്റി നീട്ടി കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ കഴുകുന്നവർക്ക് വലിയ പ്രതിഫലവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂഅ് ഫമൻ ഇസ്തത്അഅ മിൻകും അൻ യുതീല ഖുർറതഹു വതഹ്ജീലഹു ഫല്യഫ്അൽ.
എന്റെ ഉമ്മത്ത് അന്ത്യനാളിൽ ഉറം മുഹജ്ജിലീൻ മിൻ ആസാരി വുളൂ എടുത്ത കാരണത്താൽ, വുളൂഇന്റെ അടയാളം കാരണത്താൽ മുഖവും കൈകാലുകളും പ്രകാശിച്ചവരെ എന്ന് വിളിക്കപ്പെടും നാളെ പരലോകത്ത്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ അവനങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുഖവും കൈകാലുകളും നമ്മൾ എത്രമാത്രം നീട്ടിക്കഴുകിയോ അത്രയും ഭാഗങ്ങൾ വലിയ പ്രകാശമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പ്രത്യേക പരിഗണനയുണ്ടാവും. ഏവരും നമ്മെ ശ്രദ്ധിക്കും. ആ രൂപത്തിൽ മുഖത്തിനും കൈകാലുകൾക്കുമൊക്കെ പ്രത്യേക ആകർഷണീയവും പ്രത്യേക പ്രകാശവും ഉണ്ടാകാൻ ഈ ഒരു കർമ്മം കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ വുളൂ എടുക്കുന്ന സമയത്ത് ഒരൽപ്പമെങ്കിലും കൈകാലുകളും മുഖവും നീട്ടിക്കഴുകേണ്ടതുണ്ട്. കാല് നീട്ടിക്കഴുകുമ്പോൾ ഏകദേശം മുട്ട് വരെ നീട്ടിക്കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അതുപോലെ തന്നെ കൈ നീട്ടിക്കഴുകുമ്പോഴും ഏകദേശമൊക്കെ തോളിന്റെ ഭാഗം എത്തുന്നത് വരെയെങ്കിലും അത് നീട്ടിക്കഴുകുക എന്നുള്ളത് സുന്നത്താണ്. അത്രയല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും തണ്ടൻകാല് വരെയെങ്കിലും നീട്ടിക്കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. കൈ കഴുകുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തും വലത്തേതിനെയായിരിക്കണം ആദ്യം തുടങ്ങേണ്ടത്. അതേസമയം ഇടത്തേത് കൊണ്ട് തുടങ്ങിയാലും വുളൂ ഒക്കെ സ്വഹീഹാവുമെങ്കിലും അതിന്റെ സുന്നത്തായ രൂപം ആദ്യം വലത്തേ കൈ പിന്നെ ഇടത്തേ കൈ, ആദ്യം വലത്തേ കാൽ പിന്നെ ഇടത്തേ കാൽ. മുഖം കഴുകുന്ന സമയത്ത് രണ്ട് കൈ ഒരുമിച്ച് കൂട്ടി വെള്ളം ശേഖരിച്ചുകൊണ്ട് മുഖം കഴുകുമ്പോൾ അവിടെ ആദ്യം വലത്തേത് പിന്നെ ഇടത്തേത് എന്നൊന്നില്ല. മുഖം കഴുകുന്ന സമയത്ത് തലയുടെ മുൻഭാഗം മുതലാണ് തുടങ്ങേണ്ടത്. പല ആളുകളും മുഖം കഴുകുമ്പോൾ മൂക്കിന്റെ ഭാഗം ആദ്യം തുടങ്ങുന്നതായി കാണാം. അങ്ങനെയല്ല, തലയുടെ മുൻവശം മുതൽ നെറ്റിയുടെ മുകളിൽ ഒരൽപ്പം കയറ്റി കൈകണമല്ലോ, ആ ഭാഗം മുതൽ തുടങ്ങി മുഖം കഴുകുകയാണ് പ്രത്യേകം വേണ്ടത്. അതേസമയം ചില ആളുകൾക്ക് കൈ മുറിഞ്ഞവരുണ്ടാകും. അവർക്ക് എല്ലാ ഭാഗവും ഒരുമിച്ച് വെള്ളം എത്തിക്കാൻ സാധിക്കണമെന്നില്ല. അവർ മുഖത്തിന്റെ വലതുവശം ആദ്യം കഴുകട്ടെ. അവർ ചെവി തടവുന്ന സമയത്തും ആദ്യം വലത്തെ ചെവി പിന്നീട് ഇടത്തെ ചെവി തടവട്ടെ. അതേസമയം രണ്ട് കൈയും പ്രവർത്തനശേഷിയുള്ളവർ അവർ രണ്ട് ചെവിയും ഒരുമിച്ചാണ് തടവേണ്ടത്. രണ്ട് മുൻകൈ ഒരുമിച്ചാണ് കഴുകേണ്ടത്. ഒരുമിച്ച് കഴുകേണ്ടതാണ് രണ്ട് മുൻകൈകൾ. അതുപോലെ തന്നെ രണ്ട് ചെവി തടവൽ ഒക്കെ ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. അതേസമയം കൈ കഴുകുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തും ആദ്യം വലത്തേത് പിന്നെ ഇടത്തേത് എന്നുള്ള സുന്നത്ത് പ്രത്യേകം പാലിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യത്തിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതു ചെരുപ്പ് ധരിക്കുക. ഊരിവെക്കുന്ന സമയത്ത് ആദ്യം ഇടത്തെ ചെരുപ്പ് ഊരിവെക്കുക. വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആദ്യം വലതുവശം തുടങ്ങുക. മുടി ചീകുന്ന സമയത്തും അതുപോലെ തന്നെ മുടി ചീകുന്ന സമയത്തും വലതുവശം ആദ്യം ചീകുക. ഇങ്ങനെ പല കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ നഖം വെട്ടുന്ന സമയത്ത് ആദ്യം വലത്തെ കൈയിന്റെ നഖമാണ് ആദ്യം വെട്ടേണ്ടത്, പിന്നെ ഇടത്തെ കൈ, പിന്നെ വലത്തെ കാല്, പിന്നെ ഇടത്തെ കാല്. വലത്തെ കൈയിന്റെ നഖം വെട്ടുമ്പോൾ തന്നെ ആദ്യം ചൂണ്ടുവിരലിൻ്റെതാകുന്നു വെട്ടേണ്ടത്, പിന്നെ അതിന്റെ അടുത്തുള്ള നടുവിരൽ, പിന്നെ അതിന്റെ അടുത്തുള്ളത്, പിന്നീട് വലത്തെ കൈയിന്റെ ചെറിയ വിരൽ, അതിന് ശേഷമാണ് വലത്തെ വിരലിന്റെ തള്ളവിരൽ വെട്ടേണ്ടത്. പിന്നെ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി തള്ളവിരൽ അവസാനിപ്പിക്കുന്നു. ഈ ഒരു രൂപത്തിലാണ് നഖം മുറിക്കേണ്ട രൂപം. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് പിന്നീട് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അതായത് നാം ദുആ ചെയ്യുന്നത് പോലെ കൈകൾ പിടിക്കുകയാണ് എങ്കിൽ ഈ തള്ളവിരലങ്ങ് മാറ്റിവെച്ച്, ചൂണ്ടുവിരലാണല്ലോ വലത്തേതായി ആദ്യം വരുന്നത്, ആദ്യം ഇതിനെ, പിന്നെ തൊട്ടടുത്തുള്ള നടുവിരൽ, പിന്നെ തൊട്ടടുത്തുള്ള വിരൽ, പിന്നീട് ചൂണ്ടുവിരൽ, പിന്നീട് ഇത് നാലും വെട്ടിയതിന് ശേഷം നമ്മുടെ തള്ളവിരൽ വെട്ടുന്നു. പിന്നീട് ഇടത് കൈയിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി തള്ളവിരൽ അവസാനിപ്പിക്കുന്നു. കാലിന്റെ നഖം വെട്ടുമ്പോൾ വലത്തെ കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് നഖം വെട്ടേണ്ടത്. ഈ ഒരു രൂപത്തിൽ നഖം വെട്ടുക. ഇങ്ങനെ മിക്ക ഭാഗങ്ങളിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ചില ഘട്ടങ്ങളിൽ ഇടത്തേതിനെ മുന്തിക്കേണ്ടതുണ്ട്. ചെരുപ്പ് ഊരി വെക്കുന്ന സമയത്ത്, വസ്ത്രം ഊരി വെക്കുന്ന സമയത്തൊക്കെ ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ്, നമ്മൾ ചിലപ്പോൾ കോരിയെടുത്തായിരിക്കും വുളൂ എടുക്കുന്നത്.
ഹൗദിൽ നിന്ന് വെള്ളം കൈകൊണ്ട് കോരി ഒതു എടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് വെള്ളം കോരി എടുക്കുകയാണ് എങ്കിൽ, ആ പാത്രത്തിന്, ആ ഹൗദിനെ നമ്മുടെ വലതുവശത്ത് ആക്കി വെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഹൗദിൽ നിന്ന് ഒതു എടുക്കുമ്പോൾ ഹൗദിനെ മുൻവശത്താക്കിയിട്ട് നമ്മൾ ഒതു എടുക്കും. എന്നാൽ സുന്നത്ത് അങ്ങനെയല്ല. നമ്മൾ കിബിലാക്ക് തിരിഞ്ഞിട്ട് ഹൗദ് അല്ലെങ്കിൽ പാത്രം എന്താണോ ഉള്ളത് അത് വലതുവശത്ത് വരുന്ന രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടത്. അങ്ങനെയാണ് ഒതു എടുക്കേണ്ടത്. അതേസമയം ചൊരിക്കപ്പെടുന്ന വസ്തുവിൽ നിന്നാണ് ഒതു എടുക്കുന്നത്. വെള്ളം ഇങ്ങോട്ട് ചൊരിച്ചു തരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കിണ്ടി എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ വെച്ച് അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ചൊരിക്കുകയാണ്. അതുപോലെ തന്നെ ടാപ്പിൽ നിന്ന് ഒതു കൊടുക്കുമ്പോൾ ടാപ്പ് തിരിച്ചാൽ വെള്ളം ഇങ്ങോട്ട് ഒലിച്ചു വരികയാണ്, ചൊരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒതു കൊടുക്കുകയാണ് എങ്കിൽ അതിനെ ഇടതുവശത്താക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്തുണ്ട്. ചുറ്റിച്ചുളിഞ്ഞ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കഴിയേണ്ടതുണ്ട്. നമ്മുടെ പീളക്കുഴി, അതുപോലെ തന്നെ കൈമുട്ടിന്റെയും കാലിന്റെ മടമ്പ്, കാലിന്റെ നെരിയാണി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ചുളിഞ്ഞു നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അത്തരം ഭാഗങ്ങളെല്ലാം പ്രത്യേകം സൂക്ഷിച്ചു കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മോതിരം ധരിച്ച ആളുകളുണ്ട് എങ്കിൽ ആ മോതിരം അഴിച്ചു വെക്കുക എന്നുള്ളത് സുന്നത്താണ്. മോതിരത്തിന്റെ ഉള്ളിൽ വെള്ളം എത്തുക എന്നുള്ളത് നിർബന്ധമാണ്. ചിലപ്പോൾ മോതിരം ഒന്ന് ചലിപ്പിച്ചു കൊടുത്താൽ വെള്ളം എത്തും. അങ്ങനെയാണ് എങ്കിൽ അത് ഊരിവെക്കൽ നിർബന്ധമില്ല. എന്നിരുന്നാലും ഊരിവെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യമാകുന്നു. ഇനിയും ധാരാളം സുന്നത്തുകളുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ്, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തേറണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം അള്ളാഹ്. ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ യജമാനനായ അള്ളാഹ്, വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ്. അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഈ പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും സവാബെത്തിക്കണം റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഖബർ വിശാലമാക്കണം അല്ലാഹ്. നാളെ സ്വർഗീയ ലോകത്തവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.